മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കലക്ക് കലക്കായിരുന്നു. അല്ല നമുക്കിവിടെ ഒന്നും കൂടി കുഴിച്ച് നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാൽ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. ഇങ്ങ എവ്വളോ കുത്തിനാലും തണ്ണി കിടക്കാതുങ്ക. ഇടവിട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും. ഏങ്ക ഇങ്ങ ഉണ്മയെ சொல்லக்கூடாதுங்க. മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, വല്ല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അത് മട്ടും சொல்லாதுங்க. നാമെല്ലാം മനിത ജാതി. മനിതൻ മനിതനെ ഉദവിദാനം ചെയ്യണം. ആ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്റെ കൊള്ളാമല്ലോ. എന്നാ വേറെ എല്ലാരും അത് തട്ടേച്ച് മതി. ബാക്കി പണി എന്നാ വേഗം വിളമ്പടി. എനക്കോടുങ്ക എനക്കോടുങ്ക. എന്നാ ഞാൻ കോടിക്കടി ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ ആനി, ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആണോ? ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയത്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ പാചകമല്ലാന്ന്. ബെസ്റ്റ് ബെസ്റ്റ് കേട്ടോ. ഇവളാളെ ഉള്ളവല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടായ ഇനി ഇടമല നോക്കാനില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും. ചാണ്ടിച്ചായ, ചാണ്ടിച്ചായോ എന്നാടാ ഈ കിടന്ന് കാർന്നേ? നമ്മുടെ വാഴ പാദ്യം പോയി. ചാണ്ടിച്ചായ വാഴ പോയെന്ന് എന്നുവെച്ചാ കാലത്ത് ചെന്ന് നോക്കുമ്പോ വാഴകൾ പാദ്യം പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ, എടി മേരിയെ, എടാ കുഞ്ഞെടുക്ക, ആണ്ട് വാഴയെല്ലാം പിഴുത് കളഞ്ഞെന്ന്. നമുക്ക് പോയി നോക്കാം വാ. ഇതെന്നാ പറ്റിയതാടാ? രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഇതിങ്ക സർവ്വസാധാരണം. രാത്രിയിലെ പണ്ണി പണ്ണ വേല ഇത്. എന്നാ കാട്ടുപന്നികളുടെ പണിയാണ്. ആമാ. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. நீ முன்னில வந்து நிக்காது நாயே. வாழையை முழுவன் பிடுங்கணும் தானே சொன்னேன். பாதி பிடுங்கிட்டு வந்து நிக்கிறேன். அந்த 3 பேரு அங்கதானே தூங்கிட்டு இருக்குது. வாழை பிடுங்கிட்டு இருக்கும்போது என்னமோ ஒரு சத்தம் வந்தது. அப்படியே ஓடி வந்துட்டேன். அப்ப உங்க அப்பா வந்தா சத்தம் போடுறதுக்கு? ஏ முட்டாள், ஆம்பளையான தைரியம் வேணும்டா, தைரியம். இன்னைக்கு ராத்திரியிலே வாழை பூரா பிடுங்கிட்டு நீங்க வா, நான் 100 ரூபாய் கொடுப்பேன். வாழை பிடுங்காம வந்தா வாழை பிடுங்காம வந்தா கொன்னுடுவேன். പോടാ പോടാ. ഇന്ന് ആ പന്നിയുടെ അന്ത്യ. ഇതുകൊണ്ട് വെടിവെച്ചാ ആ പന്നി ചാവും. എന്നപ്പ എടാ ഇതുകൊണ്ട് വെടിവെച്ച പിന്നെ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി. പന്നിയെ കിട്ടിയാൽ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചായന്റെ അടുത്ത് എത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. സംസാരിക്കുക, ശബ്ദം കേട്ട പന്നി വരികയില്ല. അത് പന്നി തന്നെയാ. കൊണ്ട് ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നി. മനുഷ്യന്നല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പ നോക്കടാ, കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിലേട്ടാ എനിക്കറിയാം. ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ പാത്തുക. മാമാ, 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 മാമാ. അയ്യോ ഞാൻ வாழை பிடுங்கும் போது அவங்க வெடி வச்சாச்சு. ஒரே ரத்தம் மாமா. அவங்க காப்பாத்துக்க, அவங்க பின்னாடி வந்துட்டே இருக்கு. பின்னாடி வந்துட்டு இருக்கா? ஆமா. அப்ப நீங்க நிக்காது. எனக்கும் ஆபத்து. எனக்கு முடி கிடைச்சிடும். நீ எங்கேயாவது போ. போடா, காப்பாத்துக்க மாமா. போடா. വെടി പൊട്ടിയതും ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ കേട്ടത്. എന്ന് കരുതി മനുഷ്യനാണെന്നൊന്നും പറയാൻ ഒക്കെയല്ല. ഈ വാഴകൾ പിഴുത് കളഞ്ഞിട്ട് ആർക്ക് എന്നാ കിട്ടാനോട് പോയി? എന്നാലും പന്നിയുടെ മനുഷ്യന്റെ ശബ്ദം ഒരുപോലെ അല്ലല്ലോ. എനിക്ക് ഉറപ്പായിച്ചേ അത് മനുഷ്യന്റെ കരച്ചിൽ തന്നെയാ. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസത്തെ കാര്യം ഉറങ്ങണ്ട.
പന്നിയായാലും മനുഷ്യനായാലും ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാ ഒരു ചെരുപ്പിന്റെ അടയാളവും അവിടെ ഇവിടെയും കാണാണ്ട്. തറവാട്ടി പറഞ്ഞ പന്നിയായിരിക്കും, ചിലപ്പോ ചെരുപ്പിട്ടേച്ചും വന്നിണ്ടാവും. വാ. முனியம்மா அந்த வேலையில அப்புறம் பண்ணலாம், நீ கொஞ்சம் உள்ளே வா. யாராவது பார்க்க போறாங்க. யார் பார்க்க போறீங்க? வா ஐயோ, பாடி. வேண்டாங்க. நான் கொடுத்தது சாப்பிட மாட்டியா? சாப்பிடு. மாமா 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 அயோக்கிய பயலே, புறம்போக்கு போடா, விட்டுடுங்க, போடா, போ. நீங்க வரக்கூடாது நான் சொல்லலையா? எனக்கு நிக்க முடியல, நடக்க முடியல. பெரிய 2 குண்டு குண்டிக்குள்ள இருக்கிறது தோணுது. நான் இப்ப சாவு மாமா. நீ சாவறது தான் நல்லது. அப்படி சொல்லாதுங்க மாமா, உங்களால தானே எனக்கு இந்த கதி வந்தது. குண்டு எடுக்கிறதுக்கு ஆஸ்பத்திரி போனா நம்ம ரகசியம் எல்லாம் வெளியில வந்துடும். உங்களுக்கு ஒண்ணு தெரியுமா? நேத்து ராத்திரி பூரா நான் காட்டுல ஒரு நரிமடையில படுத்தாச்சு. என்னமோ நேத்து நரி அங்க வரல, அதனால தப்பிச்சாச்சு. ஒரு பக்கம் ஒரே வலி, மறுபக்கம் ஒரே பசி. நீங்க நிக்க கூடாது, அதற்கு பெரிய ஆபத்து. இங்க இருந்து போடா. நான் எங்க போறது மாமா? காட்டுக்கு போடா மாமா. சரி, ஊரை விட்டு போயிடு. இனிமேல் மூஞ்சிலே முழிக்காது. கடவுளை, நான் எங்க போறது? கொன்றுவேன், போடா. என்ன தவிக்க விட்டுட்டு நீங்க முனியம்மா கூட சந்தோஷமா படுங்க. இந்த மாத்திரைய 5 நாள் சாப்பிடணும், தவறக்கூடாது, புரியுதா? சரிங்க. ஏங்க, வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு? தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா, ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க, ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. எங்க பார்க்கலாம்? നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ, അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞു ഇന്ന് വരെ ആ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല എന്നാ. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേല ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയിലൊക്കെ ജോലിയല്ലേ, മതിയായി കാണാം. അത് ശരിയാ. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. വാ. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലേ ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? അല്ല മറ്റേ മാറ്റി അവന്റെ തുണി മാറ്റാം. എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു, നീ എന്താ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലക. എന്താണ് നിന്റെ അതേ നിലവിളി, അന്ന് വെടിവെച്ച് കേട്ട അതേ നിലവിളി. താണ്ടേ ഇവരാ നമ്മുടെ വാഴകൾ പിടിച്ചു കളഞ്ഞ കള്ളപ്പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പളനിച്ചാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനും കൊണ്ട് പണിക്ക് വിട്ടത്. ഇവിടെയുള്ള ഉറവന്മാരെ സിമെന്റ് അടച്ച് ഇപ്പത്തെ വാഴയും പിഴുതു. പൊന്നെ പരട്ടെ, കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ലടാ. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? ഉണ്ട് ചായ. ഞാൻ കാട്ടി കൊടുക്കറേங்க, ദയവ് ചെയ്ത് എന്നെ കൊല്ലാടുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവാ? ഉറവ അങ്ങ இருக்குங்க. ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്.
ഒന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ അതൊക്കെ വന്നിട്ട് പറയും ചായ. വാ. നിക്കടാ അവിടെ. എടാ, നിക്കടാ. ഇവിടെ വരൂ. നിക്കല്ലേ പറഞ്ഞ നിന്റെ മറ്റേ കാര്യം അടിച്ചു ഓടിക്കും. ഞൊണ്ടിക്കാലാ നീ ഇതിൽ എങ്ങനെ ഇറങ്ങി? വരക്കൂടാതെ കിട്ടിയ വരക്കൂടാതെ 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 വരും വരക്കൂടാതെ വരക്കൂടാതെ എന്നാ ചതിയകുമാരി ചെയ്തു? ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട് കൊള്ളാം. ഒന്ന് ഓടി വേഗം വാടാ. വെള്ളമല്ല, ഒരു പുഴ തന്നെ ഉണ്ട് ഇവിടെ. നോക്കടാ. என்ன வலி இது? தாங்க முடியலே. പഴനിസ്വാമി അല്ലേ അത്? இல்ல பழனிசாமி இல்ல, வேற ஆளு. വേറെ ആളല്ലല്ലോ, ഇത് പഴനിസ്വാമി തന്നെ. നീയാ? ഞാൻ നിனைச்ச നീ വേറെ ആളെന്ന്. അയ്യോ, ഇതെന്നാ പറ്റി? വല്ലയിടത്ത് ഉരുണ്ട് വീണോ? ഉരുണ്ട് വീണ് വീണ് എങ്ങനെ എങ്ങനെ? போகும்போது பசு இல்லையா, பசு ஓ காளா எதிரே வந்தது. அது ஒரே சவுட்டு, அப்படியே கீழே விழுந்தது. வரட்டுமா? அம்மா, ഏത് കാളയാ ചവിട്ടിയത്? அவளுக்கு எப்படி தெரியும்? பசுமாடு நெற்றி மேல பேர் எழுதி ஒட்டி வச்சிருக்கா. ആരുടെ പശുമാടാണെന്നാ ചോദിച്ചത്. ஆளடா பசுமாடாடா, உனக்கு என்ன? ஆளை விடு, ஆளை விடம்மா. அம்மா, ஆமா, ஒரு விஷயம் கேட்கட்டுமா? എന്നതാ? எனக்கு ஒண்ணுமே தெரியாது. ஆனா இந்த ஊரிலே எல்லாரும் சொல்லுணும், அது சரியா இல்லையான்னு உனக்கு தெரியும். நான் நம்பல, ஆனா மத்தவங்க எல்லாம் சொல்லுணும். 2 பேருக்கும் சேர்ந்து ஒரு பொண்டாட்டியா? என்ன? சாண்டி மைக்கேல் அண்ணன் தம்பி தானே? அங்க பூச்சக்கண்ணி இல்லையா, மேரி? அவளு வந்து தண்டாளுக்கும் பாலியா. அந்த வேலை பண்ற இடத்துல சாண்டியும் மேரியும் என்னென்னமோ தப்பு செய்யணும், யாரோ கண்டு. எதுக்கு இந்த மாதிரி அயோக்கிய பசங்களுக்கு வீடு வாடகை கொடுக்கணும்? இடத்தை காலி பண்ண சொல்லு, போகாம. இல்லைன்னா கெட்ட பயிர் உனக்கும் வந்துடும். வரட்டுமா? நல்ல வலி இருக்கா மாமா? என்னமோ இருந்தாலும் நான் உனக்கு மாமா தானே, காட்டி கொடுக்கலாமா? என்ன இந்த கதி ஆக்கிட்டியே? பாரு, நீ நல்லா பாரு, அந்த அயோக்கிய பசங்க என்னை கஜா முஜா அடிச்சாச்சு. மன்னிச்சிடுங்க மாமா, உண்மையை சொல்லலைன்னா அந்த சாண்டி சண்டாளன் என்ன உயிரோட விட மாட்டேன்னு சொன்னேன். வெடிகுண்டு பட்ட இடம் பார்த்து பார்த்து உதச்சாச்சு மாமா. ஆனா கூட நீ உண்மையை சொல்லி இருக்க கூடாது. இனிமே சொல்லிட்டு என்ன பிரயோஜனம்? நடக்க வேண்டியது நடந்தாச்சு. நானும் தப்பு பண்ணிட்டேன். நீ வெடிகுண்டு பட்டு பெடாப்பாடுபடும் போது உன்னை நாயா அலைய விட்டேனே, அதுக்கு கடவுள் கொடுத்த தண்டனை இது. மன்னிச்சிடுறா. அப்படி சொல்லாதுங்க மாமா, உங்களுக்காக நான் உயிரை கொடுப்பேன். நீங்க தான் மன்னிக்கணும். சரி சரி, நம்ம விதி. இனிமே இந்த மாதிரி தப்பொன்னும் பண்ணக்கூடாது. சரி மாமா. ஆனா அந்த சாண்டியை நாம் சும்மா விட மாட்டேன். அவரை வேரோட அழிக்கல, நான் பழனிசாமி கவுண்டர் கிடையாது. அவங்கள ஒண்ணும் பண்ண முடியாது மாமா. வாய முடுறானே.